അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലിസ് സുദ്ഖി വൽ വഫ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ റമളാനിലെ റഹ്മത്തിൻ്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാനിൻ്റെ 3 പത്തുകളെ 3 രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ ഒന്നാമത്തെ 10 പരിശുദ്ധമായ റഹ്മത്തിൻ്റെ 10ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ റമളാനിലെ സ്വീകരിച്ച് റമളാനിൻ്റെ 3-ാമത്തെ നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബിത്തങ്ങളും മറ്റു മഹാന്മാരൊക്കെ പറഞ്ഞതായി കാണാം, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയാണ്. ആ അതിഥിയെ നാം എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് മഹാന്മാർ കിതാബിൽ ധാരാളം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ധാരാളം അതിഥികളെ സൽക്കരിക്കുകയും അതിഥികളെ സ്വീകരിക്കുകയും ചെയ്തവരാണ് നാം. എന്നാൽ വിശുദ്ധമായ റമളാൻ എന്ന ഈ അതിഥി നമ്മൾ സാധാരണ സ്വീകരിക്കുന്ന അതിഥിയെപ്പോലെയല്ല. ആ അതിഥി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മകളും മകളുടെ കുട്ടികളും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പകൽ മുഴുവനും അവർ ഓടി നടന്നാലും രാത്രി ഏതാനും സമയങ്ങൾ കഴിഞ്ഞാൽ അവരൊക്കെ ഉറങ്ങിപ്പോകും. എന്നാൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന റമളാനാകുന്ന അതിഥി, ആ അതിഥി ഒരിക്കലും ഉറക്കമില്ലാത്ത അതിഥിയാണ്. എപ്പോഴും നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാന്മാർ കിതാബിൽ പറയുന്നതായി കാണാം, വലയാലി അൻവറു മിനൽ അയ്യാം. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ പകലിനേക്കാളും മാറ്റു കൂടുതലാണ് റമളാനിൻ്റെ രാത്രിക്കെന്ന്. അഥവാ റമളാനിൻ്റെ രാത്രിക്ക് പകലിനേക്കാളും ഇബാദത്തിനും മറ്റും പവിത്രതയും ശ്രേഷ്ഠതയും കൂടുതലാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, റമളാൻ 2 രൂപത്തിലാണ് ഓരോ വ്യക്തിയുടെയും ചാരത്തേക്ക് വരിക. ഏത് വിഭാഗത്തിൽ പെടണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗം, പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ തന്നെ മനസ്സിലാകും, പടച്ചവനെ എന്തൊരു സന്തോഷമാണ് ഈ നാട്ടിൽ, ഇവിടെയുള്ളവർക്ക് എന്തൊരു സന്തോഷമാണ്, അവർ റമളാനാകുന്ന എന്നെ സ്വീകരിക്കാനും എന്നെ കൊണ്ട് നടക്കാനും റെഡിയായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കയറി വരും. റമളാനിനെ അവർ സ്വീകരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആവേശമാണ്. റമളാൻ വരുന്നുണ്ടല്ലോ എന്ന ആ ഒരു സന്തോഷം അവരുടെ മനസ്സിൽ വല്ലാതെ ആഹ്ലാദപൂർവ്വം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റമളാൻ ധാരാളം ഇബാദത്ത് ചെയ്ത് നോമ്പനുഷ്ഠിച്ച് അവസാനം മനസ്സ് നിറഞ്ഞ് റമളാൻ 29-നോ 30-നോ യാത്ര ചോദിച്ച് ഇറങ്ങുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ആ സമയം 2 നിലക്കാണ് വിട ചോദിക്കുന്നത്. ഒന്ന്, മനസ്സ് നിറഞ്ഞിട്ട് എന്തൊരു സന്തോഷമായിരുന്നു ഈ വീട്ടിൽ, എന്തൊരു സന്തോഷമായിരുന്നു ഇവരുടെ കുടുംബത്തിൽ, ഇവർ എന്നെയും പരിഗണിച്ചു, ഞാൻ അവരെയും പരിഗണിച്ചു, ഇവിടുന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഒരുപാട് കാലം ഈ കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ റമളാനാകുന്ന അതിഥി നമുക്ക് അനുകൂലമായി ദുആ ചെയ്തു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരുടെ അടുത്ത് നിന്നാണ് അങ്ങനെ റമളാനാകുന്ന അതിഥി തിരിച്ചു പോകുന്നത്? നല്ലവണ്ണം വിഭവങ്ങൾ കൊടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് സമയത്തെ മുതലാക്കിയ, നോമ്പിൻ്റെ പിന്നാലെ നടന്ന 2 കൂട്ടരും സന്തോഷിക്കുമ്പോൾ അവസാന ദിവസം റമളാൻ അള്ളാഹുവിനോട് സന്തോഷത്തോടെ ദുആ ചെയ്യുമത്രേ ഈ രൂപത്തിൽ എന്ന് മഹാന്മാർ അടയാളപ്പെടുത്തിയതായി കാണാം. ആ സമയം റമളാൻ പറയും, അള്ളാഹുവേ, ഒരു മാസക്കാലം ഈ വീട്ടുകാരുടെ ഭക്ഷണം ഞാൻ മുടക്കി, അവരുടെ ശഹ്വത്ത്, അവരുടെ വികാരം ഞാൻ മുടക്കി, അവരെ ഇബാദത്തിലായി കഴിഞ്ഞു, അവർ പരിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്തു, അവർ ദിക്റിലും ഔറാദിലുമായി കഴിഞ്ഞു,
അവർ എന്നെ സന്തോഷിപ്പിക്കുകയായിരുന്നു, എന്നെ കൊണ്ട് അവരും സന്തോഷിച്ചു. അതുകൊണ്ട് അല്ലാഹുമ്മ ശഫ്ഇ ഫീ, ഇവരുടെ വിഷയത്തിൽ എൻ്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണമേ അല്ലാ എന്ന് റമളാൻ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ളവർക്കാണ് റമളാൻ അവസാനിക്കുന്നത് വിഷമമാകുന്നത്. അവരാണ് അവസാനത്തെ സമയത്ത് വിതുമ്പി കരയുന്നത് എന്ന് മഹാന്മാർ കിതാബ് രേഖപ്പെടുത്തിയതായി കാണാം. രണ്ടാമത്തെ വിഭാഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഗസ്റ്റായി വന്ന റമളാൻ വീടിൻ്റെ പടിക്കലെത്തുമ്പോഴേക്കും അവർ പറയും, പടച്ചോനെ കുടുങ്ങിപ്പോയല്ലോ, ഇവർക്ക് ഞാനൊരു ഭാരമാവുകയാണ്. കാരണം മാസം കാണുന്ന അന്ന് ചിലർ പറയുന്നു, അവർ ആരാണ്? റമളാൻ ഭാരമായി കാണുന്നവർ. ഫഹുവ മുനാഫിഖ്, അവർ മുനാഫിഖീങ്ങളാണ്, കപട വിശ്വാസികളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മാസം എങ്ങനെയോ തീർക്കുക. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് റമളാൻ യാത്ര പോകുമ്പോൾ റമളാൻ പടച്ച റബ്ബിനോട് പറയും, അല്ലാഹുവേ ഞാൻ രക്ഷപ്പെട്ടു, ഒരു മാസം ഞാനും കുടുങ്ങി അവരും കുടുങ്ങി, അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവരിലേക്ക് എന്നെ ഇനി മടക്കരുതേ അല്ലാ എന്ന്. ആ പരിശുദ്ധമായ റമളാൻ ഇത്തരം മുനാഫിഖീങ്ങളായ ആളുകൾക്ക് കേടായി ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാം ഏതിൽ പെടണമെന്ന് നാം തീരുമാനിക്കണം. കാരണം ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. മുഅ്മിനീങ്ങളുടെ കല്യാണത്തിൻ്റെ മാസമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റമളാൻ വരുമ്പോൾ സ്വർഗത്തോട് അല്ലാഹു പറയും, തസയ്യനി, ഭംഗിയായിക്കോ. സ്വർഗത്തിൽ നിന്ന് ഹൂറുലീങ്ങൾ എത്തി നോക്കുന്നു. അധികം ഇബാദത്ത് ചെയ്യുന്നവർക്കുള്ളവരാണ് ഈ ഹൂറുലീങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനാകുന്ന അതിഥി നമ്മളിലേക്ക് വരുമ്പോൾ ഈ അതിഥിയെ നാം നല്ലവണ്ണം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം. ആ രൂപത്തിൽ നാം റമളാനാകുന്ന അതിഥിയെ പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ പത്താകുന്ന റഹ്മത്തിൻ്റെ 10, കാരുണ്യം വർഷിപ്പിക്കേണ്ട 10 മനുഷ്യരോട് മാത്രമല്ല ഇതര ജീവികളോടും കരുണ ചെയ്യണം നാം. മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി പറവകൾക്കും മറ്റുള്ള ജീവനുള്ള മറ്റു മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നതിലും ഈ പ്രയാസപ്പെടുന്ന ഉഷ്ണകാലത്ത് അവർക്ക് വെള്ളം നൽകുന്നതിലൊക്കെ നാം മുൻകരുതലുകൾ സ്വീകരിക്കണം. നാം മുൻപന്തിയിലുണ്ടാവുകയും വേണം. അങ്ങനെ പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ 10 വേണ്ടവോളം നാം ഉപയോഗപ്പെടുത്തണം. നോമ്പനുഷ്ഠിക്കലോടുകൂടി നമ്മുടെ ശരീരം മുഴുവനും നോമ്പുകാരായിരിക്കണം. അവയവങ്ങൾക്കൊക്കെ നോമ്പുണ്ടാവണം. നമ്മുടെ നാക്കിന് നോമ്പുണ്ടാവണം, നമ്മുടെ വയറിന് നോമ്പുണ്ടാവണം. നോമ്പ് അനുഷ്ഠിച്ച ഒരാൾ ഒരിക്കലും തന്നെ അവൻ്റെ നാക്കുകൊണ്ട് മറ്റൊരാളെ ചീത്ത പറഞ്ഞുകൂടാ, മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞുകൂടാ, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം സംസാരിച്ചുകൂടാ. നാം ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമുക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ നാം പറയേണ്ടത്, ഞാൻ ഞാൻ നോമ്പുകാരനാണ് മോനെ, നീ പറയുന്ന ഈ ചീത്തക്ക് തിരിച്ചു പറയാൻ എനിക്ക് വയ്യ, കാരണം ഞാൻ നോമ്പുകാരനാണ്. നീ ഒരാൾ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചതിന് പകരം അടിക്കാൻ ഞാനില്ല, കാരണം ഞാൻ നോമ്പുകാരനാണ്. അസ്യാമു ജുന്ന, നോമ്പ് പരിചയാണ്. എല്ലാ വിഷയങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു പരിചയാണ് നോമ്പെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് ജീവിച്ചാൽ നാം രക്ഷപ്പെടുമെന്നാണ് മഹാന്മാർ അടയാളപ്പെടുത്തിയത്. അത്തരം നോമ്പുകാരാണ് മഹാന്മാർ അടയാളപ്പെടുത്തിയതായി കാണാം. ലിസ്വാഹിമി ഫർഅത്താനി, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. ഒന്നെന്താണ്? നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം. രണ്ടാമത്തെ സന്തോഷം പടച്ച റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷം. നിങ്ങൾ നോക്കൂ, 30 ദിവസം നോമ്പനുഷ്ഠിച്ച് പെരുന്നാൾ വരുമ്പോൾ നമുക്ക് സത്യവിശ്വാസികൾക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. അതുപോലെ അള്ളാഹുവിനെ കാണുമ്പോൾ വിശ്വാസിക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. ആ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥമായി ചാബല്യങ്ങളില്ലാത്ത ശുദ്ധമായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ നാം തയ്യാറാവണം. അതുപോലെ പരിശുദ്ധമായ റമളാനിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ
ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തണം. ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ ഖുർആനും വിശുദ്ധ റമളാനും വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതുന്നവരായി നമ്മളൊക്കെ മാറണം. ഖുർആൻ ഓതുന്നതിനനുസരിച്ച് നമ്മുടെ ഖൽബ് പ്രകാശിക്കും, ഹൃദയം പ്രകാശിക്കും. കേട്ടിട്ടില്ലേ, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്തെ ഭരണം സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏറ്റെടുത്തപ്പോൾ മദീനയിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പുരോഗതി, റമളാൻ മാസം വരുന്ന സമയത്ത് പള്ളികൾ മുഴുവനും സജീവമാവുകയാണ്. ലൈറ്റുകൾ ഫിറ്റ് ചെയ്തും പെയിന്റ് അടിച്ചും അതുപോലെ നല്ല നല്ല ചന്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മദീനത്തെ പള്ളികൾ സജീവമാകുമ്പോൾ അതിൻ്റെ പുറമേ മദീനത്തെ പള്ളി മുഴുവനും ഖുർആൻ ഓത്തുകൊണ്ട് സജീവമാവുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പള്ളിയുടെ അടുക്കലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ മുഴുവനും ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ മനസ്സ് സന്തോഷിച്ചു പോയി. അറിയാതെ ഞാൻ പറഞ്ഞുപോയി, നവ്വറക്കല്ലാഹു ഖബറക യാ ഉമറൂ കമാ നവ്വർതൽ മസാജിദ ബിൽ ഖുർആൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മസ്ജിദുകളെ വെളിച്ചമാക്കിയവരാണ്, പ്രകാശിപ്പിച്ചവരാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഖബറും അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കണോ? റമളാൻ വരുമ്പോൾ നല്ല ആവേശത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കണം. റമളാൻ എന്ന ഗിഫ്റ്റ് മുഴുവനും സന്തോഷമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തസ്ബീഹത്തും ഫി റമളാൻ. റമളാനിലെ ഒരു തസ്ബീഹ്, ഒരു സുബ്ഹാനല്ലാഹ് റമളാനിൽ പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാ റമളാനിൽ പറഞ്ഞാൽ, ഒരു അല്ലാഹു അക്ബർ റമളാനിൽ നാം ചൊല്ലിയാൽ ഖൈറും മിൻ അൽഫി തസ്ബീഹത്തിൻ ഫി ഗൈരിഹി. റമളാൻ അല്ലാത്തപ്പോൾ 1000 തസ്ബീഹ് ചൊല്ലുന്നതിൻ്റെ സ്ഥാനത്താണ്. അപ്പം 1000 തസ്ബീഹ് നാം ചൊല്ലുന്നതിൻ്റെ സ്ഥാനത്താണ് ഒരു തസ്ബീഹ് എങ്കിൽ 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 33,000 തസ്ബീഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞതിൻ്റെ പ്രതിഫലമാണ്. അൽഹംദുലില്ലാ പറഞ്ഞാൽ 33,000 അൽഹംദുലില്ലാ പറഞ്ഞ പ്രതിഫലമാണ്. അല്ലാഹു അക്ബർ പറഞ്ഞാൽ അത്രയും വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധമായ മാസത്തെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ സമയത്തെ ഉപയോഗപ്പെടുത്തണം. കഴിവിൻ്റെ പരമാവധി കരുണ ചെയ്യുക, എല്ലാവർക്കും എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുക. ആ രൂപത്തിൽ നമ്മുടെ ദുനിയാവും ആഖിറും സലാമത്താകുന്ന പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്യുക. അങ്ങനെ ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് വിശുദ്ധ റമളാനിനെ വരവേറ്റ് യാത്രയേക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ CM ചാരിറ്റി അതിൻ്റെ കീഴിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. കാരുണ്യ പ്രവർത്തനം CM ചാരിറ്റിക്ക് എന്നും ഹോബിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചാരിറ്റിയുടെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനം, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കാണിച്ച ജീവകാരുണ്യ പ്രവർത്തനം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ജീവകാരുണ്യ പ്രവർത്തനം. ഒരിക്കലും നാം പിന്നോട്ട് പോയിക്കൂടാ. പാവങ്ങളെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരികയും ആ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചാൽ അവരുടെ ആത്മാർത്ഥമായ ദുആ നമുക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ആ ഒരർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിനെ വേണ്ടുവോളും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സംരംഭങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സത്യവിശ്വാസികൾ സ്വദേശത്തും വിദേശത്തുമുണ്ട്.
അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന് എല്ലാവരെയും കണ്ണീരൊപ്പാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ദുആ ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.